ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ് ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മിക്സിയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ഇതാണല്ലേ മിക്സി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് അത് സൂക്ഷിക്കുകയും വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുത്തതെന്ന് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ മിക്സി കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ കുറച്ച് ടിപ്സും കൂടെ പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെ സൂക്ഷിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെന്നും കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്നവരാണ്. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മിക്സിയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാറായിട്ട് വരേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിലുള്ള ബുഷൊക്കെ തേഞ്ഞു പോകാനും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ അത് പെട്ടെന്ന് കേട് വന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ട്രെയിനകത്ത് മിക്സി കയറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇത് വെച്ചിട്ട് മിക്സി അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാതെ ഇത് വെച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് നമുക്ക് കിട്ടും. മിക്സിയുടെ അടിഭാഗം ഒട്ടും തന്നെ അഴുക്ക് പിടിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ലൈഫ് ലോങ് നല്ല വൃത്തിയായിട്ട് നമ്മുടെ മിക്സി സൂക്ഷിച്ച് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തുള്ള ഈ ഒരു ബുഷ് ഉണ്ടല്ലോ, അത് കുറേ ആകുന്ന സമയത്ത് അത് തേഞ്ഞു പോകും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുമ്പോൾ ഭയങ്കര ഒരു ഒട്ടൽ പോലെയാണ്. നമ്മൾ ടൈലിലൊക്കെ വെക്കുന്ന സമയത്ത് അത് നമ്മൾ എടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് കേടുവരാനൊക്കെ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ മിക്സി സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ മിക്സിയുടെ വയറുണ്ടല്ലോ, അത് കുറച്ച് നീളമുള്ള വയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടാണല്ലേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുന്ന സമയത്ത് ആ വയറും അതിൻ്റെ കൂടെ ഇതാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടിയതിന് ശേഷം ഇതുപോലെ അതിൽ തന്നെ ആ ഒരു സ്ട്രിപ്പ് ഉണ്ടാവും, ഇതുപോലെ ഇട്ട് വെക്കാനുള്ളത് അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഇട്ട് വെക്കാവുന്നതാണ്. അതായത് നമ്മൾ എത്രയാണോ നമുക്ക് നീളം വേണ്ടത് അത് നമുക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ കെട്ടിവെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വയറിൻ്റെ ഒരു നീളം അനുസരിച്ച് നമുക്ക് സ്വിച്ച് ബോക്സ് എവിടെയാണോ ആ ഒരു നീളം വരെ വെച്ചിട്ട് ബാക്കി ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു മിക്സിയിൽ തന്നെ ആ ഒരു സ്ട്രിപ്പ് ഉണ്ടാവും. അതില്ല കുറയാവുന്ന സമയത്ത് ചിലരുടെയൊക്കെ അത് പോവാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാലും മതി കേട്ടോ. നല്ല വൃത്തിക്ക് ഇരിക്കുകയും ചെയ്യും. അതിന് പകരം നമുക്ക് റബ്ബർ ബാൻഡിന് പകരം വളയുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ അലുമിനിയം വളകളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. ഇതുപോലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു വള എടുത്തിട്ട് നമുക്ക് അതിൽ വേണമെങ്കിൽ നമുക്കിതുപോലെ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് അത് ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ. നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കും കണ്ടോ. നല്ല ലോക്കായിട്ടിരിക്കും. പിന്നെ ഒരിക്കലും അത് അഴിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഹാങ് ചെയ്ത് വെക്കണമെങ്കിൽ ഹാങ് ചെയ്ത് വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി കണ്ടോ. നല്ല ലോക്കായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് നമ്മുടെ മിക്സിയുടെ പുറത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തേങ്ങയാണെങ്കിലും ഒക്കെ നമ്മൾ മസാലയൊക്കെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളമൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ചില ജാറുകൾ, മിക്സിയുടെ ജാറുകളൊക്കെ നന്നായിട്ട് തെറിക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് പണി കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് നമുക്കിതുപോലൊരു ചെറിയൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ഭാഗവും കൈയും കൂടെ ഇതുപോലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിമറിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടിഭാഗം ഇതിപ്പോൾ നല്ല ഭാഗമാണ്. അപ്പോൾ ഞാൻ അടിഭാഗം മറിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഭാഗത്താണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, അടിഭാഗവും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ്ടോ ഈ ഒരു ടീഷർട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യൂസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊടിയൊന്നും കയറില്ല. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗത്തൊക്കെ പൊടികൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിന് പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും നമ്മുടെ മിക്സി കേടുവരില്ല. പിന്നെ ചിലവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ടീഷർട്ട് വെറുതെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ. ഇതുപോലെ പൊടിയൊന്നും പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ടീഷർട്ടൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനത് അതിൻ്റെ ടീഷർട്ട് കയ്യെ ഉള്ളിലേക്കാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഫുൾ കൈ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് അടിഭാഗം ആക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഇട്ടൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മിക്സി യൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതുപോലെ കവർ ചെയ്ത് വെക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ മിക്സി ചളിയാവുമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് അഴിച്ചു മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മിക്സി ഓടുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലൂടെ ഉള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഗ്യാപ്പിലൂടെ ആ ഒരു മോട്ടോർ ചൂടാകുന്ന സമയത്ത് ആ ഒരു കാറ്റ് പുറത്ത് പോകണം. എന്നുണ്ടെങ്കിലും മിക്സി പെട്ടെന്ന് തന്നെ കേടുവരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സി യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റുക. എന്നുണ്ടെങ്കിൽ കുറച്ച് ആ ഒരു ഗ്യാപ്പിൽ താഴേക്ക് ഒന്ന് ഇറക്കി കൊടുത്താലും മതി കേട്ടോ.
ഇനി നമുക്ക് നമ്മുടെ മിക്സി എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ കോലം കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ മാവ് അരയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ എല്ലാ വീടുകളിലും പറ്റുന്നൊരു പ്രശ്നമാണല്ലോ. ഇതുപോലെ തെറിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തുടച്ച് മാറ്റാറും അല്ലേ. അപ്പോൾ എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും അതിൻ്റെ ഇടയിലും ആ ഒരു സൈഡിലൊക്കെ നന്നായിട്ട് പൊടികളും അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് വേണ്ടി വരും അല്ലേ. നമ്മൾ മാസത്തിലിരിക്കുകയോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴായിരിക്കും നമ്മൾ നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം. നമുക്ക് സോപ്പോ സോപ്പ് പൊടിയോ ലിക്വിഡ് വാഷോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുന്നത് സാധാ വെളിച്ചെണ്ണ കൊണ്ടാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാനിത് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പൊടിയുപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പൊടിയുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് അതിൻ്റെ അഴുക്ക് പോകാൻ സഹായിക്കും കേട്ടോ. വേറെ ഒന്നും നമുക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ നമുക്ക് ഉരയ്ക്കേണ്ട ആവശ്യവും വരുന്നില്ല കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മിക്സിയിലും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അതുപോലെ ഒരു ബ്രഷ് ഒന്ന് വളച്ചെടുത്തതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് വളച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ മുക്കിയിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ മിക്സിയുടെ എല്ലാ ഭാഗത്തും അടിയിലും അതുപോലെ സൈഡും മുകളിലൊക്കെ നമുക്കിതുപോലെ ഒന്ന് മുക്കിയിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ തേച്ച് കൊടുത്താൽ മാത്രം മതി. വേറെ നമ്മൾ ഉരയ്ക്കുകയൊന്നും ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് സാധാരണ നമ്മുടെ തുണിയോ അല്ലെങ്കിൽ നല്ല സ്പോഞ്ച് പോലുള്ള സംഭവം കൊണ്ട് ഒന്ന് തുടച്ചെടുത്താൽ മതിയിട്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഈ ഒരു ബ്രഷിന് പകരം നമുക്കിതിൻ്റെ ഇടഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഇതുപോലെ നമ്മൾ പെയിൻ്റൊക്കെ അടിക്കുന്ന ബ്രഷ് ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ വലുതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ചെറുതുണ്ടായിരുന്നു, അത് കാണുന്നില്ല. അപ്പോൾ ഒരു സാധനം നമ്മളെവിടെ വെച്ചാലും പെട്ടെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ആവശ്യത്തിന് നോക്കിയാൽ കാണില്ല. അപ്പോൾ ഞാനിത് ചെറിയൊരു ബ്രഷാണ് എടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ വലുതാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ചെറിയ ബ്രഷാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നന്നായിട്ട് അതിൻ്റെ അടിയിലും അതുപോലെ ഇടയിലൊക്കെ അഴുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കണ്ടോ ആ ഒരു ഇടഭാഗമൊക്കെ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രഷിന് പകരം നമുക്ക് വീട്ടിൽ ചീപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ്ടോ ഇതുപോലെ ചീപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചീപ്പിൽ ഇതുപോലെ നമുക്കൊരു തുണി ഒന്ന് ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട്, കോട്ടൻ്റെ തുണിയാണെങ്കിൽ അങ്ങനെ നമ്മളെടുത്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് വെച്ച് കൊടുക്കുക കേട്ടോ. 2 സൈഡ് ഞാൻ മടക്കിയിട്ടൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഗ്യാപ്പൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. കണ്ടോ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു ചീപ്പും അതുപോലെ തന്നെ ഒരു കോട്ടൻ്റെ തുണിയും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡൊക്കെ നമുക്ക് തുടയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അതിലേക്കൊന്നും ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് സ്ക്രബൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സ്ക്രബ് വെച്ചിട്ട് ഒരിക്കലും നമ്മുടെ മിക്സി ക്ലീൻ ചെയ്യരുത് കേട്ടോ. നമ്മൾ സ്ക്രബ് വെച്ചിട്ട് ഉരച്ച് കഴിഞ്ഞാൽ അതിൽ സ്ക്രാച്ച് വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതുപോലെയൊക്കെ നമുക്ക് ചീപ്പുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് അഴുക്കുണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു അടിഭാഗം കണ്ടോ നല്ലതുപോലെ പൊടിയും അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് നന്നായിട്ട് ഈ ഒരു തുണി വെച്ചുകൊണ്ട് തന്നെ ആ ഒരു എണ്ണയും അതുപോലെ നമുക്ക് വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ തുടച്ചെടുക്കാനായിട്ട് അപ്പോൾ എല്ലാം തേച്ചിന് ഒരു 5 മിനിറ്റ് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് തുടച്ചെടുക്കാനായിട്ട് ഞാനിത് ഒരു സ്പോഞ്ചിൻ്റെ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് നമുക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് സാധാ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ആദ്യം തുടച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തുടച്ചെടുക്കാം. അപ്പോൾ ആ ഒരു എണ്ണമയമൊക്കെ അതിൽ നിൽക്കും. ബാക്കി അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. നല്ലതുപോലെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരു എണ്ണമയം പോകാനായിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ടിപ്പും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് എല്ലാം ഈ ഒരു അഴുക്കൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. നമുക്ക് വേറെ ഉരയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മിക്സിയും അതിൻ്റെ ആ വയറും ഒക്കെ നന്നായിട്ട് തുടച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ മിക്സി ആദ്യം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വയറ് നമ്മൾ റിമൂവ് ചെയ്യണം കേട്ടോ. ഒരിക്കലും സ്വിച്ച് ബോക്സിൽ നമ്മൾ കുത്തി വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ക്ലീൻ ചെയ്യാൻ പാടില്ല. അതൊന്ന് തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കുറച്ച് സോപ്പ് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിക്വിഡോ സോപ്പ് പൊടി എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ഒരു എണ്ണമയം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ മിക്സ് നല്ല പളവളാന്ന് തിളങ്ങും കേട്ടോ, നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.